എന്ന് പറഞ്ഞിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ മെറിറ്റ് ബേസിൽ എവിടെയും അഡ്മിഷൻ കിട്ടില്ല എന്നാണ്. ശ്രീമാത വൈഷ്ണവ് ദേവ് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുൻപായി ഈ വിഷയം അറിയാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം. ജമ്മു കാശ്മീരിലെ ശ്രീ മാതാ വൈഷ്ണവ് ദേവ് മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെന്റ്. ഈ അഡ്മിഷനിൽ 50 സീറ്റാണ് മെഡിക്കൽ കോളേജിലുള്ളത്. അതിൽ 42 സീറ്റുകൾ മുസ്ലിങ്ങളും ഒരു സിഖും പിന്നെയുള്ള ബാക്കിയുള്ള 7 സീറ്റുകൾ ഹിന്ദുക്കളുമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിനെ തുടർന്ന് ഹിന്ദുത്വ റൈറ്റ് വിങ്സ് പ്രൊട്ടസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ബജ്രംഗ് ദാൾ, അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത്, എന്തിനേറെ പറയുന്നു BJP അടക്കം പ്രൊട്ടസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവരുടെ വാദങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് മെറിറ്റ് ബേസിലല്ല ചെയ്തിട്ടുള്ളത് എന്നാണ്. രണ്ടാമത്തെ കാര്യമായി ഇവർ പറയുന്നത്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്, അതായത് ഈ ശ്രീ മാതാ വൈഷ്ണവ് ദേവി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹിന്ദു ഡിവോട്ടീസിന്റെയും അതുപോലെ ഹിന്ദു ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഡൊണേഷൻ ആയി മുന്നോട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈഷ്ണവ് ദേവിയെ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ മാത്രമേ അഡ്മിഷൻ ലഭിക്കാവൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കാവൂ എന്നാണ് ഇവരുടെ മറ്റൊരു വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു അഡ്മിഷൻ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതേ ആവശ്യവുമായി ഇവർ ലഫ്റ്റനന്റ് ഗവർണറെ മീറ്റ് ചെയ്യുകയും ലഫ്റ്റനന്റ് ഗവർണർ ഇവർക്ക് അഷുറൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സത്യാവസ്ഥകളിലേക്ക് പോവാം. ഇതിന്റെ ഫണ്ട് ചെയ്യുന്നത് ആരാണെന്നും അതുപോലെ ഇതിന്റെ മെറിറ്റ് ബേസ്, നമുക്ക് ആദ്യം മെറിറ്റ് നോക്കാം. ഇത് മെറിറ്റ് ബേസിലുള്ള അഡ്മിഷൻ ആണോ എന്ന്. ഇത് തികച്ചും മെറിറ്റ് ബേസിലുള്ള അഡ്മിഷൻ ആണ്. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഗവൺമെന്റും കൊടുത്തിട്ടുള്ള തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് തികച്ചും മെറിറ്റ് ബേസിലാണ്. അതായത് നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ടാണ് ഈ ഒരു അഡ്മിഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതായത് തികച്ചും മെറിറ്റ് ബേസിൽ നടന്നിട്ടുള്ള ഒരു അഡ്മിഷൻ തന്നെയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു കോളേജിൽ 80% സീറ്റുകളും ജമ്മു കാശ്മീരികൾക്കാണ്. ബാക്കിയുള്ള സീറ്റ് മാത്രമേ പുറത്തുള്ള ആളുകൾക്ക് പോകുന്നുള്ളൂ. അതുമാത്രമല്ല, ഇതിന്റെ അഡ്മിഷൻ തികച്ചും നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്നാണ് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഫണ്ടിങ് എങ്ങനെയാണെന്നൊക്കെ അത് നോക്കുന്നതിന് മുമ്പ്, ഈ ഒരു കോളേജ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 84 ഏക്കർ ആയിട്ടുള്ള ലാൻഡിലാണ്. ഈ ലാൻഡ് ഓൺ ചെയ്തിട്ടുള്ളത് ശ്രീ മാതാ വൈഷ്ണവ് ദേവ് ഷ്രൈൻ ബോർഡാണ്. ആ ബോർഡിന്റെ ലാൻഡിലാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം സെപ്റ്റംബർ 8 ഈ വർഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇവർക്ക് അപ്രൂവ് കൊടുത്തു പുതിയ അഡ്മിഷൻ തുടങ്ങാൻ 50 സീറ്റിലേക്ക്, MBBS സീറ്റിലേക്ക് അഡ്മിഷൻ തുടങ്ങാൻ വേണ്ടി. അങ്ങനെ ഈ ഇയർ 25-26 അക്കാഡമിക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫണ്ടിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഷ്രൈൻ ബോർഡ് ഫണ്ട് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഗവൺമെന്റ് ഫണ്ടിങ്ങും കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് ജമ്മു കാശ്മീർ ഗവൺമെന്റ് ഏകദേശം 121 കോടി രൂപ ഇവിടെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2017-18 ജമ്മു കാശ്മീർ ഗവൺമെന്റ് ആണ് 10 ലക്ഷം ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2018-19 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 2019-20 ആകുമ്പോൾ 5 കോടി രൂപയാണ് ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 2020-21 നോക്കിയാൽ 19 കോടി രൂപയും, അതുപോലെ 2021-22 കാലഘട്ടത്തിൽ 21 കോടി രൂപയും കൊടുത്തിട്ടുണ്ട്. 22-23 ആകുമ്പോൾ 23 കോടി രൂപ, പിന്നെ 24 കോടി രൂപ, പിന്നെ 24 കോടി രൂപ, അങ്ങനെ ഏകദേശം 121 കോടി രൂപ ജമ്മു കാശ്മീർ ഗവൺമെന്റ് ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വെറും ഹിന്ദു ഓർഗനൈസേഷൻസ് ഫണ്ട് ചെയ്തിട്ടുള്ളതല്ല, ജമ്മു കാശ്മീർ ഗവൺമെന്റും കൂടി ഫണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അഡ്മിഷൻ പ്യൂർലി ഒരു റിലീജിയൻ മാത്രം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് ഫണ്ടിങ് ആണ്. ഗവൺമെന്റ് ഫണ്ട് ചെയ്ത പ്രോപ്പർട്ടീസിൽ ഒരു കാരണവശാലും, അത് മാത്രമല്ല ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുമല്ല. അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും അവിടെ ഹിന്ദുക്കൾക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. നമ്മുടെ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 14-15 റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 15 റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഒരു തരത്തിലുള്ള വേർതിരിവും പാടില്ല. പ്രത്യേകിച്ചും ഭരണഘടന പറഞ്ഞിട്ടുണ്ട് മതപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ഗവൺമെന്റ് കാണിക്കാൻ പാടില്ല. ഇത് ഗവൺമെന്റ് ഫണ്ടിങ് ആയതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും ആ ഒരു ഗണത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെയും മതപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെ ഹിന്ദുക്കളെ മാത്രം അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് കാണിക്കുന്നുണ്ട് ഗവൺമെന്റ്, പക്ഷേ അതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നല്ല അഭിപ്രായങ്ങളാണ് ഇതിനെക്കുറിച്ച് വരുന്നത്.
അതായത് ഈ മെറിറ്റ് ബേസിൽ നടത്തിയിട്ടുള്ള അഡ്മിഷനാണ് അവിടെ നടന്നിട്ടുള്ളത്. നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അവിടെ അഡ്മിഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് 50 സീറ്റിൽ 42 സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത് വെറുതെ തൊപ്പിയിട്ടവരുടെ പിറകെ പോയി, അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിക്കട എന്ന് പറഞ്ഞു പോയി, അല്ലെങ്കിൽ ബൈബിള് കത്തിക്കുക, അതുമല്ലെങ്കിൽ മതപരിവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞ് അതും അന്വേഷിച്ച് നടക്കുകയും അതുപോലെ ബീഫ് കടത്തുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ മെറിറ്റ് ബേസിൽ എവിടെയും അഡ്മിഷൻ കിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതെന്തുമാവട്ടെ, നമ്മൾ ഇവിടെ നോക്കേണ്ടത് മെറിറ്റ് ബേസിലാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. അത് മെറിറ്റ് ബേസിലാണ്, നീറ്റിന്റെ ബേസിലാണ് അത് നടത്തിയിട്ടുള്ളത്. ഇനി ഫണ്ടിങ് ആണെങ്കിൽ ഗവൺമെന്റ് ഫണ്ടിങ്ങും കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും, മതപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് അവിടെ ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.